ലൈവ് സ്നിപ്പെറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8-ൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള 3 പേരുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന 3 പേരിൽ ആദ്യത്തെയാൾ മലയാള ചലച്ചിത്ര രംഗത്ത് നടൻ, സംവിധായകൻ, ഗായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ സന്തോഷ് പണ്ഡിറ്റാണ്. കഴിഞ്ഞ സീസൺ 7-ലും അദ്ദേഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അവസാന നിമിഷം മാറിപ്പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ സിനിമകളിലെ അഭിനയം, സംവിധാനം, തിരക്കഥ, പാട്ടുകൾ തുടങ്ങി ഏകദേശം 19 മേഖലകളിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സംസാര ശൈലി BB ഹൗസിൽ പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടാതെ മറ്റ് സിനിമകളിലും നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയ്ക്ക് പുറമെ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും വിമർശനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതിയും പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. സന്തോഷ് പണ്ഡിറ്റ് ബിഗ് ബോസ് സീസൺ 8-ൽ വരികയാണെങ്കിൽ വീട്ടിൽ തിളങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. ലിസ്റ്റിൽ അടുത്ത പേര് സോഷ്യൽ മീഡിയയിലും ഫാൻ പേജിലും നടക്കുന്ന പ്രവചന ലിസ്റ്റിൽ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേര് തൊപ്പി എന്ന് വിളിപ്പേരുള്ള നിഹാദിൻ്റെതാണ്. കേരളത്തിലെ പ്രശസ്തനും അതോടൊപ്പം തന്നെ വിവാദ നായകനുമായ തൊപ്പി ഒരു ഗെയിമറും യൂട്യൂബറും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പല പദപ്രയോഗങ്ങളും വിരുദ്ധമായ പരാമർശങ്ങളും സംസാര ശൈലിയും ഉണ്ടെന്നുള്ളതിനാൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം ബിഗ് ബോസ് സീസൺ 8-ൽ വരികയാണെങ്കിൽ ബിഗ് ബോസിലെ നിയമവുമായി എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്. ലിസ്റ്റിൽ അടുത്ത പേര് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രശസ്ത നടിയും മോഡലും അവതാരികയുമായ അപർണ തോമസ് ആണ്. പ്രശസ്ത ടെലിവിഷൻ അവതാരകനും നടനുമായ ജീവ ജോസഫാണ് ഭർത്താവ്. 2016-ൽ പൃഥ്വിരാജ് നായകനായ സിനിമകളിൽ ചെറുതല്ലാത്ത ഒരു വേഷം അപർണ ചെയ്തിട്ടുണ്ട്. സൂര്യ മ്യൂസിക്കിൽ VJ ആയി തുടങ്ങിയ അവർ ജീവയോടൊപ്പം കേരളത്തിലെ ഒരു ഹിറ്റ് റിയാലിറ്റി ഷോയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നല്ല ഫോളോവേഴ്സുള്ള അപർണ ബിഗ് ബോസ് സീസൺ 8-ൽ വരികയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത 3 പേരുടെയും പേരുകൾ ബിഗ് ബോസ് സീസൺ 8-ന്റെ ആദ്യ പ്രവചന ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവരാണ്. എന്നിരുന്നാലും അന്തിമ തീരുമാനം ഏഷ്യാനെറ്റിൻ്റെ മാത്രമാണ്. ബിഗ് ബോസ് സീസൺ 8-ന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.